തിരുവനന്തപുരം കിംസ് ഹെൽത്ത് അസോസിയേറ്റ് കൺസൾട്ടന്റും എൻഡോക്രൈനോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അഖിൽ കൃഷ്ണയാണ്. എനിക്ക് ചെറിയ രീതിയിൽ ഷുഗർ ഉണ്ട്. 130-131 വരെ ഉള്ളു ഇപ്പോഴേ. അതെ. എന്റെ വലത്ത് കൈ നല്ലപോലെ ഉയർത്താൻ പറ്റുന്നില്ല. ഞാനിപ്പം ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഒരു 3 ആഴ്ച ചെയ്തു. ഓക്കെ. എന്നിട്ടും അങ്ങോട്ട് നല്ലപോലെ ആകുന്നില്ല. ഈ കൈയുടെ ആ പുഴയുടെ ഭാഗത്താണ് വേദന. അപ്പൊ ഈ ബ്ലഡ് ഷുഗർ 130 മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഉണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്. ഡയബറ്റീസ് കൺട്രോൾഡ് ആണ്. HbA1c ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? അതില്ല. അതൊന്ന് ചെയ്തു നോക്കണം. കാരണം നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ മാത്രം നോക്കിയോണ്ട് കാര്യമില്ല. ഫുഡിന് ശേഷമുള്ള ഷുഗർ ചിലപ്പോൾ 130 ആണെങ്കിൽ ആഹാരത്തിന് ശേഷം ചിലപ്പോൾ 250-300 ആ ലെവലിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ HbA1c കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഈ പല സ്ഥലത്തും നമ്മുടെ റെസ്ട്രിക്ഷൻ വരാം, നമ്മുടെ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ വരാം. അപ്പോൾ ചിലപ്പോൾ ഈ കൈയുടെ ഒരത്തിനുള്ള വേദന, കൈയുടെ ഷോൾഡർ പെയിൻ ആണല്ലോ നിങ്ങൾ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഷോൾഡർ പെയിൻ ആയിരിക്കും. അപ്പോൾ അതൊരു സ്റ്റിഫ്നെസ് പോലെ വരുന്നത് ചിലപ്പോൾ ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ വരാം. അപ്പോൾ ആ ബ്ലഡ് ഷുഗർ കൺട്രോൾ നല്ലോണം ചെയ്യണം. എന്നിട്ട് ഇത് ഒരു ഓർത്തോപീഡീഷ്യനെ കാണിച്ചിട്ട് ഇത് പ്രോബ്ലം ഇല്ല എന്നുള്ളത് ശരിക്കും നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം. ഷുഗർ കൺട്രോൾ ശരിക്കും വേണം. HbA1c ആൻഡ് ആഫ്റ്റർ ഫുഡ് ഷുഗറും കൂടി ഒന്ന് നോക്കിയിട്ട് കറക്റ്റാക്കി വെക്കണം.